കോഴിച്ചാൽ സെന്റ് അഗസ്റ്റ്യൻസ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, വി കുഞ്ഞികൃഷ്ണൻ MLA, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ, റവന്യൂ വകുപ്പ് അധികൃതർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്ദർശനം നടത്തി. 178 ആളുകളാണ് ഇവിടെ ക്യാമ്പിൽ കഴിയുന്നത്. ഞങ്ങൾ തക്ക സമയത്ത് പഞ്ചായത്തുകാരും ഇടപെട്ടോടെ ഞങ്ങൾ സുരക്ഷിതരാണ്. വേണ്ടിയാണ് ബഹുമാനപ്പെട്ട MP, MLA, തഹസിൽദാർ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരോട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ റൂമുകളിലെത്തി വിശേഷങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇരുവരും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു. ഈ നാട് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മുടെ ഓർമ്മയിൽ ഇത്ര ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. ആ ദുരന്തത്തിന്റെ ഒരു വലിയ വ്യാപ്തി ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാരോട് പറയാനുള്ളത്, നമ്മുടെ ഈ മേഖലയിലെ കാർഷിക മേഖലയാണ്. പട്ടത്തുവേൽ ഉന്നതി പോലുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന, അതുപോലെ തന്നെ ഉന്നതികൾ നിറഞ്ഞ ഒരു മേഖലയിൽ നമ്മൾ 2 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 2 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അതിനോടൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് അത് അടിയന്തരമായി ആ പാലം നിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ണൂർ കളക്ടറെയും വിളിച്ചു, കാസർഗോഡ് കളക്ടറെയും വിളിച്ചു. ഇവിടെ ഈ രൂക്ഷമായതും കടലാക്രമണം വന്നതും തീരദേശത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നമ്മളാണ്. ഈ പറയപ്പെടുന്ന എളേരി, 2 ഈസ്റ്റേരി, വെസ്റ്റേരി, ചെറുപുഴ ഭാഗത്താണ്. ഇവിടെ നിരവധി പാലങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ട ഏറ്റവും ദയനീയമായ ഒരു പാലം എന്ന് പറയുന്നത് മുനയംകുന്ന് കോരുവള്ളി, കുട്ടികളൊക്കെ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളുകളിൽ പോകാനും ഒക്കെ ഉപയോഗിക്കുന്ന പാലമാണ്. അപ്പോൾ അത് പ്രത്യേകമായി നമ്മൾ 2 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 2 ജില്ലകളെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോഴും കളക്ടറുമായി സംസാരിച്ചപ്പോഴും കളക്ടർ ഇവിടെ സന്ദർശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരിതങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കുമെന്നതെല്ലാം ഭരണതലത്തിൽ കൂട്ടായി ആലോചിച്ച് പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. MLA എന്ന നിലയിൽ അതിനുള്ള ഒരു മുൻകൈ പ്രവർത്തനം എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുറപ്പ് തരികയാണ്. വാർഡുകളില് ആൾക്കാര് പല ക്യാമ്പുകളിലായി കഴിയുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAയും MPയും ഒക്കെ സൂചിപ്പിച്ചു. എല്ലാ സഹായ വാഗ്ദാനങ്ങളും നൽകാമെന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാശനഷ്ടങ്ങളെല്ലാം കണക്കാക്കി എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഒരിക്കലും ആരും വിട്ടുപോകാതെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ പഞ്ചായത്ത് ഭരണസമിതി എപ്പോഴും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ മുതൽ തന്നെ ലൈവായിട്ട് വെള്ളം വരികയും അതിനകത്ത് ആളുകൾ മുങ്ങിപ്പോകുന്നതും കാണുമ്പോൾ എന്താ നിങ്ങളോട് പറയേണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ MPയും MLAയും എല്ലാം പറഞ്ഞ വാഗ്ദാനങ്ങൾ അതെല്ലാം ഇവിടെ നിറവേറ്റി തരും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ വാഗ്ദാനങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം ഏത് സമയം സഹകരിച്ച എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ
എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, ടൂ വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ